അതിനിടയ്ക്ക് രാഷ്ട്രീയത്തിലൊക്കെ പോകുന്നു. ഗണേശന്റെ കാര്യം പറഞ്ഞപ്പോഴേ ആർക്കൊക്കെ വേണ്ടി കൊടിയൊക്കെ പിടിച്ച് എന്തൊക്കെയോ ചെയ്യാൻ പോയെന്നൊക്കെ പറഞ്ഞു. അത് കൊടി പിടിച്ചതൊന്നുമല്ല. ഞാൻ വളർന്നു വന്നത് ഒരു അമ്പലത്തിന്റെ മുറ്റത്ത് തൊട്ടടുത്താണ് ഞാൻ വളർന്നു വന്നിട്ടുള്ളത്. അപ്പൊ അമ്പലത്തിന്റെ എന്ത് പ്രോഗ്രാമിനാണെങ്കിലും ഞാൻ പോവും. നമുക്ക് അമ്പലത്തിൽ കയറുന്ന ദിവസം ആണോ, അമ്പലത്തിൽ പോകാത്ത ദിവസമാണെങ്കിൽ പോവില്ല, പോകാൻ പറ്റുന്ന ദിവസമാണെങ്കിൽ ആ അമ്പലത്തിലെ എന്ത് പരിപാടിക്കും നമ്മള് ഉണ്ടാവും. അതിന് അവിടെ തൊഴാനാണെങ്കിലും, എന്തെങ്കിലും അന്നദാനം നടക്കുമ്പോൾ പാത്രം കഴുകാനാണെങ്കിലും, മിറ്റം തൂക്കാനാണെങ്കിലും, പന്തൽ കെട്ടാനാണെങ്കിലും, ഇനിയിപ്പോ ഘോഷയാത്ര ആണെങ്കിലും ഞങ്ങളുടെ ഒരു ഭാഗമാണ്. അത് ഞങ്ങളുടെ ഒരു ഭാഗമാണ്. അതിനകത്ത് രാഷ്ട്രീയമില്ല. ഞാൻ വളർന്നു വന്ന ഒരു വിശ്വാസമാണ് അവിടെ ഉള്ളത്. അപ്പൊ അതിൽ ഒരു വട്ടം ഒന്ന് ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒന്ന് ഭാരതാംബയായി. പക്ഷെ ഇഷ്യൂ ഞാൻ സിനിമാ നടിയായിട്ട് ഭാരതാംബയായി എന്നുള്ളതാണ്. അതിനു മുമ്പ് ഞാൻ ഭാരതാംബയായതും ഗണപതിയായതും ശിവനായതും പാർവതി ആയതും കഴിഞ്ഞിട്ട് എങ്ങോട്ട് എത്തിയെന്നുള്ളതാണ്. പക്ഷെ അതെല്ലാം എന്റെ ആൽബത്തിലെ ഫോട്ടോസിൽ മാത്രമായി. പക്ഷെ 2016-17 ഭാരതാംബയായത് മാത്രം എല്ലാവരും രാഷ്ട്രീയം റെസ്പോണ്ട് ചെയ്തില്ലേ? പിന്നെ നമ്മള് റെസ്പോണ്ട് ചെയ്താലും ആൾക്കാരെ നമ്മൾ ഒരു രീതിയിലേക്ക് ലേബൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് മാറ്റുന്നതിന് എന്റെ പരിധി സമയം എടുക്കും അത് മാറാനായി. കാരണം ഞാൻ എന്താ ചെയ്തെന്നുള്ളത് എനിക്കറിയാം. എനിക്ക് ഒരു രാഷ്ട്രീയത്തിനെ പറ്റിയിട്ടും ഒന്നും അറിയില്ല. എല്ലാ ആൾക്കാരും എന്നോട് ഇപ്പോഴും ചോദിക്കും രാഷ്ട്രീയത്തിലേക്ക് വരുമോ. ഞാൻ പറയാം എനിക്കത് അറിയില്ല. അവിടെ നിന്ന് കളിക്കാൻ പറ്റുന്നവർക്കല്ലേ അവിടേക്ക് വരാൻ പറ്റുള്ളൂ. എനിക്കറിയില്ല. ഞങ്ങള് പറയും, ഞങ്ങള് ഈ സൺഡേ സ്കൂള് ക്രിസ്ത്യൻസ് എടുക്കുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ ബാലഗോകുലത്തിന് പോണത്. അവിടെ പോകുമ്പോ ഞങ്ങൾ 4ാം ക്ലാസ് മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാഖി കിട്ടും, രക്ഷാബന്ധന്. എന്താന്ന് പോലും നമുക്ക് അറിയത്തില്ലാത്ത സമയത്ത് ഞങ്ങൾ കെട്ടി തുടങ്ങിയത് ഇപ്പോഴും കിട്ടും. അപ്പൊ അതെന്റെ രാഷ്ട്രീയമല്ല, ഞാൻ വളർന്നു വന്ന അടുത്ത രീതി ഞാൻ ഫോളോ ചെയ്യുന്നു എന്നുള്ളതിൽ. ഇപ്പം എന്റെ വീട്ടിലെ ചേട്ടന്റെ മക്കളും അത് തന്നെയായിരിക്കും ഫോളോ ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ശരിക്കും ഒരു പത്തനാപുരത്ത് വളർന്ന ഒരു കുട്ടി ഷൊർണൂരുകാരിയായിട്ട് ഉള്ള ഒരു ക്യാരക്ടർ ചെയ്യാനും വലിയ പ്രയാസമൊന്നും ഇല്ലായിരുന്നു. അതിനിങ്ങനെ എടുത്ത് വെക്കാൻ്റെ താമസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്റെ ഇടയ്ക്ക് ഞാനൊന്ന് കേട്ടു ഭയങ്കരമായിട്ട് മുണ്ടൊക്കെ കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്തത് അപ്പൊ ഇങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ ഒരു ഡ്രസ്സ് അതെന്താണോ അങ്ങനെ? ഇല്ലില്ല, അത് വീട്ടിൽ അതും നാട്ടിൻ പ്രദേശത്തെ ഇത് തന്നെയാ. ഞങ്ങളിപ്പോ രാവിലെ ആ സമയത്ത് എന്റെ വീട്ടില് പണ്ട് അമ്മ, എനിക്ക് തോന്നുന്നു അമ്മ ഒരു 4-5 വർഷമായിട്ടേ ഉണ്ടാവുള്ളൂ ഞങ്ങളുടെ വീട്ടില് പശുവിനെയൊക്കെ കൊടുത്തിട്ട്. അപ്പൊ അതിനു മുമ്പ് എന്റെ ഓർമ്മ വെച്ച നാള് മുതൽ ഞങ്ങളുടെ വീട്ടില് പശുക്കള് ഉണ്ട്, പശുക്കറവുണ്ട്, പശുവിന്റെ പാല് കൊടുക്കാറുണ്ട്. അപ്പൊ ഞങ്ങൾ തന്നെയാണത് വീട്ടിലെല്ലാം അടുത്തടുത്ത വീടുകളിൽ തന്നെയാണ് കേട്ടോ കൊണ്ടു കൊടുക്കുമ്പോ ഞാനൊക്കെ രാവിലെ ചിലപ്പം മുണ്ടൊക്കെ കൊടുത്താ പോവാ. അത് കംഫർട്ടബിൾ ആ. ചില ആൾക്കാർ ഇപ്പം എന്റെ ഫ്രണ്ട്സ് തന്നെ ചില ആൺകുട്ടികൾ മുണ്ടുകൊടുക്കാൻ കംഫർട്ടബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് മുണ്ടൊക്കെ കൊടുത്തിട്ട് ബെൽറ്റ് ഒക്കെ കെട്ടും അതിന്റെ മുകളിൽ. അപ്പം എനിക്കൊക്കെ അത് ഭയങ്കര ഈസിയാ. കാരണം പണ്ട് മുതൽ ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അമ്പലത്തിന്റെ അടുത്ത് പോകണമെങ്കിലും ആറ്ററമ്പിൽ ഇറങ്ങി പോകണമെങ്കിലും ഒക്കെ നമ്മൾ മുണ്ടെടുത്ത് പോവാറുണ്ട്. കുഞ്ഞിലേ നമ്മൾ ശീലിക്കുന്ന. എനിക്കൊന്ന് അനു ഇപ്പൊ ഒരു സെലിബ്രിറ്റി ആയപ്പോ ഇതെല്ലാം ഫോക്കസ്ഡ് ആവുന്നതാണ്. ഇങ്ങനെ ആയിരുന്നു, ഇപ്പൊ എന്താ മുണ്ടുകൊടുക്കുന്നേ, ഇപ്പൊ എന്താ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത്, നമ്മൾ അങ്ങനൊക്കെ തന്നെയാണ്. അല്ല ശരിക്കും. അപ്പൊ ഞങ്ങളൊക്കെ വിചാരിച്ചെന്താ അറിയോ, ഇപ്പൊ ഇത് കേൾക്കുമ്പോ അനു ഇപ്പൊ ഫ്രീ ആയിട്ട് പറയുമ്പോഴല്ലേ നമുക്കത് മനസ്സിലാവുന്നുള്ളൂ. പക്ഷെ ഞാനത് ഫസ്റ്റ് ടൈം കേൾക്കുമ്പോ അനു രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും. സെക്കൻഡ് മുണ്ട് കൊടുക്കുന്നത്. അപ്പൊ ആൺകുട്ടികളെ പോലെ നടക്കാനായിരിക്കും അനുവിന് ഇഷ്ടം. ഇതൊക്കെയാണല്ലോ എല്ലാവരുടെയും മനസ്സിനകത്ത് ഇങ്ങനെ വരുന്നത്. ശരിക്കും അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, ആൺകുട്ടികളെ പോലെ നടക്കണം. ആൾക്കാരത് എടുക്കുന്നതാണ്. സിനിമയിൽ വന്നതിന് ശേഷമുള്ള നമ്മൾ ചെയ്യുന്ന കണ്ടിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ എന്റെ നാട്ടിലെ ആൾക്കാർക്ക് ഇതിപ്പോ എന്റെ ഫോട്ടോ കാണുമ്പോ ഇവളിപ്പോ പണ്ട് ഇങ്ങനെ തന്നെ ആയതുകൊണ്ട് അതിനകത്ത് ഒരു പുതുമയും തോന്നില്ല. മറ്റുള്ളവർക്കാണ് നമ്മളെ ഒരു സിനിമാ താരം എന്നുള്ളൊരു ഇമേജ് മാത്രമല്ലേ അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ മുണ്ടുടുത്താലും അതിശയമാണ്, കപ്പ തിന്നാലും അതിശയമാണ് എന്ന് പറയുന്ന അവസ്ഥയാണ്.